ബോറടിച്ചിരിക്കുമ്പോൾ 2 പെഗ്ഗടിച്ചാൽ 2 പഫെടുത്താൽ കിട്ടുന്ന സുഖമാണ് ചില കവിതകൾ വായിക്കുമ്പോൾ. അത്തരം മാനസിക സന്തോഷം നൽകുന്ന പുതിയ കവിതകൾ എഴുതുന്ന ആളാണ് ശ്രീ പവിത്രൻ തീക്കുനി. നമ്മുടെ ഓർമ്മകളെ ബാല്യകാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന രസകരമായ കവിതകൾ അദ്ദേഹം സമ്മാനിക്കാറുണ്ട്. അദ്ദേഹം എഴുതിയ ഈ കവിതയിലെ വരികൾ അത്തരം അനുഭവം നമുക്ക് മനസ്സിന് സമ്മാനിക്കും. നുണയാനാവാത്ത മിഠായികളിലേക്ക് നാക്കണ്ണുകളെ ഇത് ഒന്നുകൂടി നമുക്ക് വിരലുകളിൽ പരീക്ഷകൾ തുന്നിവെക്കണം. ശ്രീ പവിത്രൻ തീക്കുനിയുടെ കവിതയാണ്. ആ കവിതയുടെ ഒരു 2 വരിയാണ് ഞാൻ പറഞ്ഞത്. ആ കവിതയിലേക്ക് നമുക്ക് ഒന്ന് പോകാം. എല്ലാ വരികളും അങ്ങനെയൊക്കെ തന്നെ. എല്ലാ പിണക്കങ്ങളും പിഴുതെറിയുക, തിരിച്ചു പോകുവാൻ സമയമാകും, അതിനിടയിൽ ഒന്നുകൂടി കാണണം. നനഞ്ഞ വിരലുകൾ ചേർത്തു പിടിച്ച് കവിതയുടെ വയൽവരമ്പിലൂടെ നടക്കണം. പ്രായമാകുമ്പോൾ തോന്നുന്നതാണ് ബാല്യകാലത്തിലേക്ക് വീണ്ടും നടന്നു പോകണമെന്നുള്ള മാനസിക വിചാരം. അതാണ് ആ കവിതയിൽ. ഉടഞ്ഞ കുപ്പിവളകളിൽ മുഖം വീർപ്പിച്ച് ഉത്സവത്തിൻ്റെ പടിയിറങ്ങണം. ഉടഞ്ഞ കുപ്പിവളകളിൽ മുഖം വീർപ്പിച്ച് ഉത്സവത്തിൻ്റെ പടിയിറങ്ങണം. ഇടവഴിയിലെ ഇലഞ്ഞിത്തണൽ ഒരു കുമ്പിളിൽ നിറയ്ക്കണം. കല്ലുവെട്ടാങ്കുഴിയിലെ കിതപ്പുകളിൽ ചൂണ്ടയിട്ട് പിടിക്കണം ഒരു കൊടുങ്കാറ്റിന്. ഏറെ ദാഹത്തോടെ നോക്കി നിൽക്കണം പറങ്കിമാവുകൾക്കിടയിലൂടെ കുന്നുകയറുന്ന കിണറിൽ. മുറിച്ചൂട്ട് വീശി വേച്ച് വഴിതെറ്റുന്നവരിൽ നിന്ന് എരിയാത്ത അടുപ്പുകളിലേക്ക് വഴികളെ ചുരുട്ടി വെക്കണം. രാത്രി അടുക്കളകളിൽ തട്ടിച്ചിതറുന്ന വാക്കുകളും വിശപ്പും രാവിലെ ചോറ്റുപാത്രത്തിൽ നിറച്ച് ചിരിച്ച് നമുക്കൊന്നുകൂടി പള്ളിക്കൂടത്തിൻ്റെ പടി കയറാം. നുണയാനാവാത്ത മിഠായികളിലേക്ക് നാക്കണ്ണുകളെ ഇത് നമുക്കൊന്നുകൂടി വിരലുകളിൽ പരീക്ഷകൾ തുന്നിവെക്കണം. പോക്കുവയിൽ ഇറങ്ങിയ ചാണകത്തറയിൽ അന്തിയായിട്ടും വരാത്ത അച്ഛനെയും അമ്മയെയും ഒന്നുകൂടി കാത്തിരിക്കണം. നുണയാനാവാത്ത മിഠായികളിലേക്ക് നാക്കണ്ണുകളെ ഇത് നമുക്കൊന്നുകൂടി വിരലുകളിൽ പരീക്ഷകൾ തുന്നിവെക്കണം. പോക്കുവയിലിറങ്ങിയ ചാണകത്തറയിൽ അന്തിയായിട്ടും വരാത്ത അച്ഛനെയും അമ്മയെയും ഒന്നുകൂടി കാത്തിരിക്കണം. ശ്രീ പവിത്രൻ തീക്കുനിയുടെ ഏറ്റവും പുതിയ കവിതയാണ്. ഈ കവിതയുടെ ഓരോ വരികളുടെയും അർത്ഥം വ്യാഖ്യാനിക്കുക പ്രയാസമാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ നമുക്ക് ചില സന്തോഷം, ചില ബാല്യകാല സ്മരണകൾ നമുക്ക് നൽകുന്നു എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. അതാണ് കവി ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മനസ്സിലുണ്ടാകുന്നുവെങ്കിൽ ഈ കവിത എല്ലാ അർത്ഥത്തിലും വിജയിച്ചു എന്ന് തന്നെ പറയാം. ശ്രീ പവിത്രൻ തീക്കുനിയുടെ പുതിയ കവിതയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.